വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ 1/12/2025 ഇന്ന് നടക്കുകയുണ്ടായി അല്ലേ. പരീക്ഷയിൽ 14,511 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രയാസമുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ വിഷമമുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ആകാംക്ഷ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ പരീക്ഷയിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു പരീക്ഷയായിട്ടാണ് പല ഉദ്യോഗാർത്ഥികൾക്കും ഇത് അനുഭവപ്പെട്ടത്. പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും പരീക്ഷ വളരെ പ്രയാസമുള്ളതായിരുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 14,511 പേര് കൺഫർമേഷൻ കൊടുത്തു എങ്കിലും 70% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷയിൽ ഹാജരായതുള്ളത് എന്ന് ആണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്നാലും ഏകദേശ ഒരു കണക്കാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്ര ഉദ്യോഗാർത്ഥികളെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം ഉണ്ടാകാം. എങ്കിൽ പോലും ഒരു പരിധിവരെ നമുക്ക് പരീക്ഷ കഴിയുമ്പോൾ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ പരീക്ഷ പ്രയാസമുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് ഏറെ. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു നിശ്ചിത ശതമാനം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന അവസരത്തിൽ എത്ര ഉദ്യോഗാർത്ഥികളെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനമാക്കി ആ ലാസ്റ്റ് വരുന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ 50 പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50ാമത് വരുന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ പരീക്ഷ പ്രയാസമുള്ളതായതുകൊണ്ട് തന്നെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് താഴ്ന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 46.67 ഒക്കെയാണ് നേരത്തെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. എങ്കിൽ പോലും ഇപ്പോൾ 50ൽ താഴെ ഒരു കട്ട് ഓഫ് മാർക്ക് ഇതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയും വളരെ പ്രയാസമായതുകൊണ്ട് തന്നെ 50ൽ താഴെ ഒരു കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അങ്ങനെ വരുമ്പോൾ പൊതുവെ ഉദ്യോഗാർത്ഥികൾ ഒക്കെ തന്നെ പരീക്ഷ പ്രയാസമായിരുന്നു എന്നുള്ളത് വിലയിരുത്തുമ്പോൾ കട്ട് ഓഫ് മാർക്ക് അതുകൊണ്ടാണ് അതനുസരിച്ചാണ് കുറച്ചുകൂടി താഴ്ന്നു വരാനുള്ള സാധ്യതയെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുന്നത്. പിന്നെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ PSC സംബന്ധിച്ചിടത്തോളം തുടർ നടപടിയൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം 120 ദിവസത്തിനുള്ളിൽ തന്നെയൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSC ശ്രമിക്കുന്നതാണ്. അതനുസരിച്ചുള്ള മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ വരുന്നതാണ്. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് യോഗ്യത അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് കരുതുകയും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശകലനമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൻ്റെ ശമ്പള സ്കെയിലിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 63,700 123,700 ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത്. നിലവിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഒഴിവുകൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സാർ. അപ്പോൾ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ലിസ്റ്റ് ചെറിയൊരു ലിസ്റ്റ് അല്ലാതെ തന്നെ നല്ല അത്യാവശ്യം വിപുലീകരിച്ചുള്ള ലിസ്റ്റുകൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് പരീക്ഷ പ്രയാസമായതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രയാസമായിരുന്നുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് താഴ്ന്നു വരാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ വിശകലനം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.